ഹാപ്പി ഓണം. എല്ലാരും ഇപ്പൊ വീട്ടിൽ ഇരുന്ന് നന്നായിട്ട് അടിച്ചു പൊളിക്കുമായിരിക്കും ഓണത്തിന്. പക്ഷെ വളരെ സൂക്ഷിച്ചു വേണം. കാരണം അറിയാലോ, കോവിഡ് കേസ് കൂടി ഇരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ തന്നെ നിന്ന് മാക്സിമം നല്ല രീതിയിൽ നമുക്ക് എല്ലാ ഫോണും അടിച്ചു പൊളിക്കാം. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാല്, ഒരു ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, നമ്മൾ സെറ്റും മുണ്ടും ഡ്രേപ്പ് ചെയ്യുവാണ്. ഇപ്പം ഓണം സീസൺ ആയതുകൊണ്ട് ഓഫീസിലാണെങ്കിലും ആൾക്കാർക്ക് എവിടെ ആഘോഷങ്ങൾക്കാണെങ്കിലും ആരെങ്കിലും വീട്ടിൽ പോകണമെങ്കിലാണെങ്കിലും ആ ഒരു ഓണത്തിന്റെ ആ ഒരു വൈബ് കിട്ടാൻ നമ്മൾ നോർമലി സെറ്റും മുണ്ടും ഒക്കെ ഉടുക്കും, അല്ലെങ്കിൽ സെറ്റ് സാരി ഉടുക്കും. സെറ്റും മുണ്ടും ഉടുക്കാൻ ചിലർക്ക് ചിലപ്പോൾ താല്പര്യം കാണത്തില്ല, അപ്പൊ അവര് സെറ്റ് സാരിക്ക് പോകും. എന്നാലും ഒരു ആകെ ഒരു കേരള സാരിയുടെ ഒരു ബഹളമാണല്ലേ ഓണ സമയം, ആ ഒരു 10 ദിവസം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് സെറ്റും മുണ്ടും ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇന്ന് എങ്ങനെ സെറ്റും മുണ്ടും ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാം എന്നുള്ള കാര്യമാണ് കാണാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പം ആദ്യത്തെ ഒരു ഇതെന്താന്ന് വെച്ചാല്, നോർമലി എല്ലാവർക്കും സംശയമായിട്ടുള്ള ഒരു കാര്യമാണ്, ഏതാണ് മുണ്ട് ഏതാണ് നേരിയത് എന്നുള്ളതാണ്. അപ്പം അത് കണ്ടുപിടിക്കാൻ ഈസി വേ എന്താന്ന് വെച്ചാല്, നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ രണ്ടും നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യും. നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോ നമുക്ക് ഏതിനാണോ നീളം കൂടുതൽ, നമ്മൾ രണ്ടും ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് നോക്കുക. എന്നിട്ട് ഏതിനാണോ നീളം കൂടുതൽ അതാണ് നമുക്ക് മുണ്ടായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇപ്പൊ ഞാൻ എടുത്തു വെച്ചേക്കുന്ന രണ്ടെണ്ണത്തിലും ഇതിനാണ് നീളം കൂടുതൽ. അപ്പൊ ഇതാണ് മുണ്ട്, മറ്റതാണ് നേരിയത്. നേരിയത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുകളില് സാരി പോലെ ഉടുക്കുന്നതാണ്. മുണ്ട് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഇങ്ങനെ നിവർത്തുക. ഓക്കെ, ഇങ്ങനെ നിവർത്തുക. എന്നിട്ട് കംപ്ലീറ്റ്ലി നിവർത്തണേ. നിവർത്തിയല്ലോ, നിവർത്തി. ഓക്കെ, ഇനി നമ്മളിത് രണ്ടായിട്ട് മടക്കുക. രണ്ടായിട്ട് മടക്കി ഇനി നമ്മളിതിനെ വീണ്ടും ഫോൾഡ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ടോട്ടലി 3 പ്രാവശ്യം മടക്കി. ഇനി ഇതിനെ വീണ്ടും ഫോൾഡ് ചെയ്യാം. അപ്പം 4 പ്രാവശ്യമായി. ഓക്കെ, ആർക്കും ഡൗട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ 4 പ്രാവശ്യം ഇങ്ങനെ മടക്കി. ഓക്കെ, ഇനി നല്ലവണ്ണം ഇതിനിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിത് നോക്കുമ്പോൾ നമുക്ക് എവിടെ വെച്ചാണ് ഇത് കറക്റ്റ് ആയിട്ട് മടക്കി പോവേണ്ടത് എന്ന്, പ്ലീറ്റ് എവിടെ വെച്ചാണ് എടുക്കേണ്ടത് എന്ന് അറിയാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, നമ്മൾ എവിടെയൊക്കെയാ മടക്കിയിരുന്നത്. പ്ലീറ്റ് എടുത്ത് പോയാൽ മതി. ഞാൻ ഒന്നാമത്തെ പ്ലീറ്റ് എടുക്കാൻ പോവാണ്. നല്ലവണ്ണം നമുക്ക് പ്ലീറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നല്ലവണ്ണം അത് ഒന്നും കൂടെ കൺഫേം ചെയ്ത് നമ്മൾ പിൻ കൊണ്ട് സെക്യൂർ ചെയ്യാം. എടുത്ത് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി താഴോട്ട് എടുക്കാനാണ് പൊതുവെ എല്ലാവർക്കും ബുദ്ധിമുട്ട്. അപ്പം അതിന് ഈസി ആയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, എല്ലാവരുടെ റൂമിലും കേർട്ടൻസ് കാണും. അപ്പൊ നമുക്ക് കേർട്ടൻസ് യൂസ് ചെയ്താണ് ഇത് ബാക്കി നമ്മൾ പ്ലീറ്റ് എടുക്കാൻ പോകുന്നത്. കാരണം നമുക്കിവിടെ ഒന്നി വേറെ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചോദിക്കുക, അവരോട് പിടിക്കാൻ പറയാം. ഇല്ല, ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് നമ്മൾ കേർട്ടനിൽ പിൻ ചെയ്തിട്ട് ബാക്കി പ്ലീറ്റ്സ് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കത് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം പ്ലീറ്റ് എടുത്തു. ഞാൻ പറഞ്ഞ പോലെ മാർക്ക് അനുസരിച്ച് നമ്മൾ പ്ലീറ്റ് എടുത്തു. അത് കഴിഞ്ഞ് നമ്മളിവിടെ പിൻ വെച്ച് സെക്യൂർ ചെയ്തു.
ഇനി അവിടെ വേറൊരു പിൻ യൂസ് ചെയ്താണ് നമ്മളിവിടെ ഹാങ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോ ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ്ലി ഇത് മൊത്തം നമ്മൾ ഇതുപോലെയാണ് പ്ലീറ്റ് എടുക്കാൻ പോകുന്നത്. പ്ലീറ്റ് എടുത്ത് പിൻവെച്ച് സെക്യൂർ ചെയ്താണ് നമ്മളിനി നേരിയത് മൊത്തം പ്ലീറ്റ് എടുക്കുന്നത്. പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഡ്രേപ്പിംഗ് ആണെന്ന് നോക്കാം. ഓക്കെ, മുണ്ടിങ്ങനെ എടുക്കുക, എന്നിട്ട് ബാക്കിൽ കൂടെ കൊണ്ടുവരാം. എന്നിട്ട് റൈറ്റ് സൈഡിലുള്ളത് നമ്മൾ ഇങ്ങേയറ്റം ലെഫ്റ്റിന്റെ സൈഡിലായിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യും. ലെഫ്റ്റിന്റെ സൈഡിലായിട്ട് നമ്മൾ ടക്കിങ് ചെയ്യും. ഈ മുണ്ടിൻ്റെ സൈഡിൽ കാണുന്ന ഈ ഒരു കസവാണ് നടുക്ക് നമുക്ക് വരേണ്ടത്. നടുക്കായിട്ട് തന്നെ മാക്സിമം വരാൻ നോക്കുക. ഇങ്ങനെ വരുന്നത് കുഴപ്പമില്ലായിരിക്കും. ഐ മീൻ നൂല് പോലെ ഇങ്ങനെ വരുന്നത്, ത്രെഡ് ഇങ്ങനെ വരുന്നത് കുഴപ്പമില്ലായിരിക്കും. പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. അപ്പം ഞാനത് മടക്കി വെക്കും. ഓക്കെ, അപ്പൊ ആ സൈഡിൽ കൂടെ വരുന്നത് ഇവിടെ ടക്കിങ് ചെയ്തതിന് ശേഷം ബാക്കി നമുക്ക് ഇത്രയും വന്നു. ഓക്കെ, അത് നമ്മള് അപ്പൊ എനിക്ക് ആ സൈഡിലെ ത്രെഡ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനതിനെ മടക്കി. ഏത് മുണ്ടാണെങ്കിലും നമുക്ക് ഫ്രണ്ട് ഡിസൈൻ കാണുമല്ലോ, അത് നമ്മൾ ചെറുതായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ബാക്കി നമ്മൾ സാരിക്ക് പ്ലീറ്റ് എടുക്കുന്ന പോലെ 1 2 3 ഒക്കെ വരെ വരുന്ന ചിലർക്ക് മാത്രമേ വരത്തുള്ളൂ കേട്ടോ, നിർബന്ധമില്ല. 1 ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പം 2 പോലും ചിലപ്പം വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഇനി നമുക്ക് എത്ര പ്ലീറ്റ് ഇപ്പം കിട്ടി, നമുക്കിപ്പം എത്ര പ്ലീറ്റ് കിട്ടി, ആ പ്ലീറ്റും കൂടെ കണ്ടോ, കണ്ടോ നമ്മൾ മടക്കി വെച്ചതാണ് ഈ കാണുന്നത്. അതുകൂടാതെ നമുക്ക് ഒരു പ്ലീറ്റും കൂടെ എന്തായാലും കിട്ടും. ഓക്കെ, ആ പ്ലീറ്റും കൂടെ വച്ചിട്ട് നമുക്ക് താഴെയായിട്ട് ഒരു പിൻ, ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ, ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ആ 2 പ്ലീറ്റ് അവിടെ അനങ്ങാതെ ഇരിക്കുകയും ചെയ്യും, ഒരു കുഴപ്പവും കാണത്തില്ല. ഓക്കെ, എന്നിട്ട് നമുക്ക് നടുക്ക് എവിടെയാണോ ഫീൽ ചെയ്യുന്നത് നമ്മൾ അവിടെ ടക്കിങ് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം ടക്കിങ് ചെയ്യുക. നമ്മൾ ടക്കിങ് ചെയ്യുന്നതിലാണ് ഇരിക്കുന്നത് ആ ഒരു വൃത്തിയായിട്ട് വരുന്നത് അപ്പോഴാണ്. ഇപ്പൊ താഴെ നമ്മൾ ആ പിൻ കുത്തിയത് അധികം വിസിബിൾ അല്ല, അപ്പൊ പ്ലീറ്റ്സ് മൂവ് ആവത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ട്. ഇതിപ്പം നമ്മൾ മുണ്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത നേരിയതാണ് അടുത്ത് നമ്മൾ നോക്കാം. ആദ്യം നമ്മൾ ലെങ്ത് എത്ര വേണ്ടത് നോക്കുക. അത് കഴിഞ്ഞ് ഫ്രണ്ടിലത്തെ പ്ലീറ്റ് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ പ്ലീറ്റ് നമ്മൾ ബാക്കിൽ കൂടെ കറക്കി സൈഡിൽ കൊണ്ടുവരാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ നേരിയത് നമ്മളെ മുണ്ടിന് നടുക്കുള്ള കസവിൻ്റെ ബാക്ക് സൈഡിൽ ആയിട്ടാണ് നമ്മൾ പിൻ ചെയ്യേണ്ടത്. നമ്മൾ പിൻ ചെയ്യുമ്പോൾ നമുക്ക് സൈഡിൽ നേരിയതിൻ്റെ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട് കുറച്ച് ത്രെഡ്സ് പോലെ. ഇവിടെ ത്രെഡ് ഉണ്ട്, അത് നമുക്ക് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ മുമ്പ് ചെയ്ത പോലെ ജസ്റ്റ് മടക്കിയാൽ മതി. ഓക്കെ, ജസ്റ്റ് മടക്കിയിട്ട് പിൻ വെച്ച് സെക്യൂർ ചെയ്താൽ മതി. മുകളിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പ്ലീറ്റ് എടുക്കുമ്പോൾ പ്ലീറ്റ് നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. കറക്റ്റായിട്ട് നമ്മളുടെ രീതിക്ക് പ്ലീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഷോൾഡറിന്റെ ഇവിടെ ഒരു പിൻ വെച്ച് സെക്യൂർ ചെയ്യാം.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നേരിയതിൻ്റെ ഫസ്റ്റ് ലെയർ നമ്മൾ എടുത്തിട്ട് ബ്ലൗസുമായിട്ട് പിൻ ചെയ്യുവാണെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കും. പ്ലീറ്റ് എടുത്ത് വെച്ചേക്കുന്ന ലാസ്റ്റ് ഭാഗത്ത് നമുക്കിങ്ങനെ ഇപ്പം ചിലവർക്ക് ഇങ്ങനെ ചുമ്മാ കിടക്കുന്ന ഇഷ്ടമായിരിക്കും. അപ്പം അങ്ങനെ ഇഷ്ടമല്ലാത്തവർക്ക് പ്ലീറ്റ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നതിൻ്റെ ഫസ്റ്റ് പ്ലീറ്റ് മാത്രം മാറ്റിയിട്ട് ബാക്കി നമ്മൾ പിൻ വെച്ച് സെക്യൂർ ചെയ്യാം. അപ്പം പിന്ന് കാണത്തില്ല. ഓക്കെ, അപ്പം ഈ സൈഡിൽ ഈ ഇപ്പുറത്തെ സൈഡിൽ ഇനി മൂവ് ചെയ്യത്തില്ല, അങ്ങനെ ഇരിക്കും. അപ്പൊ വെളിയിൽ നോക്കുമ്പോൾ പിൻ കുത്തിയിട്ടുണ്ടെന്ന് അറിയത്തുമില്ല, പക്ഷെ ശരിക്കും പിന്നെ നമ്മൾ കുത്തിയിട്ടുമുണ്ട്. ഇനി ഇവിടെ ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ ഇപ്പുറത്തെ സൈഡിലും നമ്മൾ പിൻ കുത്തുക. രണ്ട് സൈഡിലും പിൻ കുത്തി കഴിഞ്ഞാൽ സാരി അനങ്ങത്തില്ല, യാതൊരു കുഴപ്പമില്ല. അത് താഴെ നല്ല പ്ലീറ്റ് ആയിട്ട് കിടക്കും, ഒരു കുഴപ്പമില്ലാതെ. അപ്പം ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് മുണ്ടും നേരിയതും കൊടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ സെറ്റ് മുണ്ടും ഡ്രീപ്പിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഈസി ആയില്ല സെറ്റ് മുണ്ട് കൊടുക്കാൻ. ഞാനും ആദ്യം പാടാന്ന് വിചാരിച്ചോണ്ടിരുന്നു കേട്ടോ, പക്ഷെ വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് മുണ്ട് കൊടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് ഓണം അതിഗംഭീരമായിട്ട് ആഘോഷിക്കുക. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.